ഡോക്ടർ, കുട്ടികളിലെ പലതരം പെരുമാറ്റ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിനുള്ളിൽ കുട്ടികളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണമായി പറയാവുന്നത്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കടന്നുവരവോടുകൂടി ജീവിതത്തിന്റെ വേഗം കൂടുന്ന ഒരു സാഹചര്യമാണ്. മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ഒരു ഇടവേള ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇത് പൊതുവെ മനുഷ്യ സ്വഭാവത്തിൽ ഒരു എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും കൂടാനുള്ള കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ലഭ്യതയോടുകൂടി യുവതലമുറയിൽപ്പെട്ട ആളുകൾ, കുട്ടികളും കൗമാരപ്രായക്കാരും സമൂഹത്തിൽ നിന്ന് പതിയെ പതിയെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് 30 കൊല്ലത്തിന് മുൻപുള്ള ഒരു കൗമാരപ്രായക്കാരന് സന്തോഷം കിട്ടാനുള്ള ഏക മാർഗം സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ ബന്ധുക്കളുമായി സംസാരിക്കുക, ഇടപെടുക, ആശയവിനിമയം നടത്തുക എന്നുള്ളത് മാത്രമായി. ഇന്നത്തെ കുട്ടികൾക്ക് സന്തോഷം ലഭിക്കാൻ മറ്റുള്ളവരുമായിട്ടുള്ള സംസർഗത്തിന്റെ ആവശ്യമില്ല. അവർക്കൊരു ഡിജിറ്റൽ ഉപകരണം ഉണ്ടെങ്കിൽ യഥേഷ്ടം എത്ര മണിക്കൂർ വേണമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഈ ചടുലമായ ദൃശ്യങ്ങൾ, വീഡിയോ ഗെയിമുകൾ അടക്കമുള്ള ചടുലമായ ദൃശ്യങ്ങൾ കൂടുതലായി കാണുന്ന ഒരു പ്രവണതയിലേക്ക് കുട്ടികൾ വരുന്നത് കുട്ടികളിലൊരു അമിത വീർതിയും എടുത്തുചാട്ട സ്വഭാവവും ശ്രദ്ധക്കുറവും ഒക്കെ കൂടാൻ കാരണമായിട്ടുണ്ട്. കൗമാരപ്രായക്കാരിൽ കുറച്ചുപേരെങ്കിലും ലഹരി വസ്തുക്കൾ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതും തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവിൽ വ്യത്യാസമുണ്ടാക്കി പെരുമാറ്റ പ്രശ്നങ്ങൾ ഗൗരവമായി ഉണ്ടാകാനുള്ള കാരണമായി മാറിയിരിക്കുകയാണ്. പിന്നെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. വീട്ടിൽ എല്ലാവരും അവരവരുടേതായ ഡിജിറ്റൽ ലോകത്ത് സമാധാനപരമായി സ്വതന്ത്രമായി കഴിയുന്നു. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യമില്ലാതെ വന്നിരിക്കുന്നു. ഇതും പലപ്പോഴും കുട്ടികളിൽ ഒരു സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. അത് പലപ്പോഴും അതിവൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് കാരണമാകുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ വിലക്കുകയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ അമിത ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് കടന്നു ചെല്ലുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ബഹുവിധമായ കാരണങ്ങളാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ കൂടി വരാനുള്ള കാരണങ്ങളായി നമുക്ക് വിലയിരുത്താവുന്നത്.